ചോദിച്ചേ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അത്ര ആത്മാർത്ഥതയോടെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാളുകൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരോടും ഈ വിഷയം പറഞ്ഞില്ലേ, എനിക്ക് വിസ കിട്ടാൻ പ്രാർത്ഥിക്കണേന്ന്. എന്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ചവരില്ലേ? എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എന്റെ കുറവുകളൊന്ന് വെളിപ്പെടുത്തി താപ്പാന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? വിരലേൽ എണ്ണാനുള്ളവരെ കാണത്തുള്ളൂ. കാരണം നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ ജീവിതം ഇതാണ്. മനസ്സിലായോ? ഇന്ന് ഈ സമയം വചനം ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം, സമയം ഇല്ല നിങ്ങളുടെ മുമ്പിൽ, സമയം ഇല്ല. ഇത് പറയാൻ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ടവർ അപ്രതീക്ഷിതമായിട്ട് മരണം കൊണ്ടുപോയിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഞാൻ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മ വന്നു. ഒരു ആൻറ്റി വൈകുന്നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചു അവരുടെ മോളോടും 15 മിനിറ്റ് സംസാരിച്ചിട്ട് ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വീണു, മരിച്ചു. എന്തൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? പേടിപ്പിക്കാൻ പറയുന്നല്ല, ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന നിമിഷത്തിൽ ഒറ്റയടിക്ക് നമ്മൾ മരിച്ചു പോയെങ്കിൽ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് ഓർത്ത് നോക്കി. ചോദിക്കുന്നത്, ഇവിടെ മരിച്ചു, ഇവിടെ ആബ്സെന്റ് ആയി, നിങ്ങൾ ഒരിടത്ത് പ്രസന്റ് ആവും അല്ലേ? ആ പോകുന്ന പോക്ക് ചിന്തിക്കുക, ഒരു ഇച്ചിരിയും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാര്യം ചെയ്യായിരുന്നു. കർത്താവിനോട്, അപ്പ എന്നെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു വിടുമെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, എന്താ മോളെ, സമയം ഇഷ്ടം പോലെ തന്നതാ. ഒന്ന് ചിന്തിക്കണം, ഇവിടെ ഇരുന്ന് ഇപ്പൊ ചിന്തിക്കണം നിങ്ങളെല്ലാവരും. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ മരിച്ചിട്ട് അങ്ങയുടെ മുമ്പിൽ വന്ന് നിന്നാൽ അങ്ങയോട് ഞാൻ ചോദിക്കും, അപ്പൊ എനിക്ക് ഒരു ഇച്ചിരി സമയം കൂടെ തരുമോ എന്ന് ചോദിച്ച് കർത്താവ് പറയാം തന്നതായിരുന്നു പറഞ്ഞ് നമ്മൾ ഓർക്കും, കർത്താവേ ഞാനത് ഉപയോഗിക്കേണ്ടതായിരുന്നു. നമ്മൾ ആ റിഗ്രറ്റ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിലർ നിത്യലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേക്കുമെന്ന് കേട്ടിട്ടുണ്ടോ വചനം? ആ ലജ്ജിക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ വേണോ? വേണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാ പറയാ, മാനസാന്തരപ്പെട്ട് സഭ മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞൊരു വചനം ഞാൻ പറയുക. ഇവിടെ ആദ്യം പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആദ്യം എന്തിന് സമയം തക്കത്തിൽ ഉപയോഗിക്കണം? 1 തെസ്സലോനിക്കർ 4:3 പറയുന്നു, കർത്താവിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞു ശുദ്ധീകരണത്തെ കുറിച്ച്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. അടുത്തത്, കർത്താവിനെ അനുകരിക്കണം. ഇത് ഞാൻ എവിടുന്ന പറയുന്നറിയോ? നമ്മൾ വായിച്ച വചനം എഫേസ്യർ 5:15-16 നമ്മുടെ കുറിവാക്യം. ഞാൻ കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക. സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് എന്തിനൊക്കെയാണ്? കർത്താവിനെ അനുകരിക്കേണ്ട സമയമായത് എന്ന് വെച്ചാൽ ആക്ടിങ് അല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ആത്മീയരായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ പെന്തക്കോസുകാരെ പോലെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരാരാ? ഇല്ലേ? നമ്മൾ കൈകൊട്ടും, നമ്മൾ പാട്ട് പാടും, നമ്മൾ പ്രസംഗിക്കും, നമ്മളെല്ലാം ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതെൻ്റെ മമ്മി എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്. അതെന്നെ ചിന്തിപ്പിച്ച്. ഇന്ന് ഞാൻ ശുശ്രൂഷ നിൽക്കുന്നുണ്ട്, എൻ്റെ മമ്മി അതെന്നെ എപ്പോഴും റിമൈൻഡ് ചെയ്യും. അക്സ, ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പിണക്കമില്ലല്ലോ അല്ലേ? എൻ്റെ കാര്യം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ മമ്മി ആദ്യം പറഞ്ഞൊരു കാര്യം, മോനെ നീ പ്രസംഗിക്കുകയും നീ മിനിസ്ട്രി ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭർത്താവിനും ഒക്കെ സന്തോഷം. ചുറ്റുമുള്ള എല്ലാവരും പറയും നല്ല പ്രസംഗമാ, അയ്യോ ആ കൊച്ചിനെ പോലെ നല്ലൊരു കൊച്ച്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വന്ന് കുറെ ആന്റിമാര് പറഞ്ഞു, മോളെ നല്ല പ്രസംഗം കേട്ടോ, നല്ല പവർഫുൾ മെസ്സേജ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ എൻ്റെ മമ്മി എന്നെ റിമൈൻഡ് ചെയ്തൊരു കാര്യമുണ്ട്. എല്ലാവരും നിന്നെ നോക്കി നല്ല മെസ്സേജാന്ന് പറയും, എല്ലാവരും പറയും നല്ല കൊച്ചാന്ന്. എന്നാൽ നിന്റെ ഭർത്താവാണ് നിന്നെക്കുറിച്ച് ആദ്യം സാക്ഷ്യം പറയേണ്ടത്. നീ പ്രസംഗിക്കുന്ന പോലെ നീ ജീവിക്കുന്നെന്ന്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അഭിനയിക്കുന്നവരാണോ എന്ന് ചോദിക്കേണ്ടത് ആരോടാണെന്നറിയോ? നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ അമ്മായിമ്മയോടും, നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരോട് ചോദിക്കണം, ആ പ്രസംഗിച്ച കൊച്ചില്ലേ അതുപോലാണോ വീട്ടിൽ നിൽക്കണം? എൻ്റെ ഭർത്താവ് പറയോ, അയ്യോ പറയല്ലേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അക്സാടെ ഈ പ്രസംഗം ഫെയിലിയറാന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ നമ്മുടെ രഹസ്യ ജീവിതം സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ആരാന്ന് ചോദിച്ചാൽ, ആരും വീട്ടിലില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ആരാണോ അതാ നിങ്ങൾ. മനസ്സിലായോ? ഫേസ്ബുക്കിൽ നമുക്ക് എല്ലാ ദിവസവും നല്ല വചനങ്ങൾ പോസ്റ്റ് ചെയ്യാം. കാണുന്നവരോടൊക്കെ നമുക്ക്, ഇന്ന് രേഷ്മ സിസ്റ്റർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവരോടും പറയാം. എന്നാൽ ആന്റി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മളിൽ എത്ര പേര് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്?
ഞാൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ ഇവിടെ ഇന്ന് പ്രസംഗിക്കുമ്പോഴും ഞാൻ ചിന്തിക്കും, എൻ്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് കേൾക്കുവാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കാനുള്ള ഗട്ട്സ് എനിക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അഭിനയിക്കുക. ഇന്ന് ആത്മീകത്തിൽ ഏറ്റവും കൂടുതൽ അഭിനേതാക്കളുള്ള സമയത്തിലേക്ക് നമ്മൾ വന്നേക്കുന്നത്. നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ പറയാം, നല്ലതിനെ തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ സത്യത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കും. എല്ലാവരും കൂടുന്ന പോലെ അവർ കൂടത്തില്ല, എല്ലാവരും പോകുന്ന പോലെ അവർ പോകത്തില്ല. അവർ പറയും തെറ്റ് കണ്ട തെറ്റ് തെറ്റാന്ന് പറയും. ആ അഭിഷേകത്തിലുള്ള പെന്തക്കോസ്തുകാർ ജനിക്കേണ്ട സമയത്താണ് നമ്മൾ വന്നേക്കുന്നത്. പണ്ടത്തെ അമ്മച്ചിമാരും അപ്പച്ചമാരും വില കൊടുത്തതാ ഈ സഭയ്ക്ക് വേണ്ടി. എന്നാൽ ഇന്നത്തെ തലമുറ പാപത്തിന് കോംപ്രമൈസ് ചെയ്യുക. എന്തുകൊണ്ടെന്നറിയാവോ? നമ്മുടെ ഇടയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, യഥാർത്ഥ വചനം പ്രസംഗിക്കുന്നില്ല, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. അത് സാരമില്ല, സാരമുണ്ട്. മനസ്സിലായോ? കണക്ക് കൊടുക്കേണ്ട സമയത്തിലേക്ക് നമ്മൾ വന്നേക്കാം. ഇവിടെ കർത്താവ് പറയുന്നു, എന്നെ അനുകരിക്കണം. 3 കാര്യങ്ങൾ കർത്താവിനെ അനുകരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണം. കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായോ? ഞാൻ